നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വേദനകൾ നമ്മെ തകർക്കാനല്ല ശക്തരാക്കാൻ വരുന്ന അധ്യാപകരാണ്. പരീക്ഷയുടെ തീയിൽ ചുട്ടെടുക്കുമ്പോഴാണ് മനസ്സിന്റെ യഥാർത്ഥ ദൃഢത രൂപം കൊള്ളുന്നത്. വീണിടങ്ങൾ പരാജയങ്ങളുടെ അടയാളങ്ങളല്ല, ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിച്ച ഇടങ്ങളാണ്. ഓരോ വീഴ്ചയും ഒരു പുതിയ ഉണർവിന്റെ നിശബ്ദമായ തുടക്കമാണ്. ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ തീയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ വാർത്തെടുത്ത് ഉയരങ്ങളിലേക്ക് പതുക്കെ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന നടിയും അവതാരകയും സംരംഭകയും ഒക്കെയായ ആര്യയുടെ വെല്ലുവിളികൾ നിറഞ്ഞ അനുഭവ കഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളിലേറെയും ഏതെങ്കിലും വിധത്തിൽ വിവാദങ്ങളിലോ മറ്റ് പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് സർവൈവ് ചെയ്തവരോ സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ഇമേജ് ഉള്ളവരൊക്കെ ആയിരിക്കും മത്സരാർത്ഥികളായിട്ട് വരിക. എന്നാൽ ഇതൊന്നും കൂടാതെ നല്ല ഇമേജ് ഉള്ളവരെയും സമൂഹത്തിൽ അറിയപ്പെടുന്നവരെയും അംഗീകാരമുള്ളവരെയും ഉൾപ്പെടുത്താറുണ്ട്. അപ്രകാരം സമൂഹത്തിൽ അറിയപ്പെടുന്നതും നല്ല ഇമേജ് ഉള്ളതും ജനങ്ങളുടെ സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആര്യ. ബിഗ് ബോസ് മത്സരാർത്ഥിയായി ആര്യ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ അവിടുത്തെ പ്രകടനം കാണുവാൻ സന്തോഷഭരിതരായി കാത്തിരുന്നു. എന്നാൽ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ആര്യ അവിടെ കാഴ്ചവെച്ചത്. ആര്യയ്ക്ക് ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹവും അംഗീകാരവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആര്യ അവിടെ നിന്നും പുറത്തിറങ്ങിയത്. ആര്യ ബെഡായി എന്ന പേരിന് പകരം വിശപ്പാമ്പെന്നും ആര്യ വെമ്പാല എന്നുള്ള പേരുമൊക്കെ അവർക്ക് പലരും ചാർത്തിക്കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നും ആര്യയ്ക്ക് കുറച്ച് പണം കിട്ടിയതൊഴിച്ചാൽ ബിഗ് ബോസ് എന്ന ഷോ ആര്യയെ സംബന്ധിച്ച് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു. താൻ അതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് മാത്രമല്ല നഷ്ടപ്പെട്ടത്, താൻ ജീവന് തുല്യം സ്നേഹിച്ച പ്രേമഭാജനത്തെയും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ നഷ്ടങ്ങളൊക്കെ ആര്യയെ പാനിക് അറ്റാക്കിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ തള്ളിവിടുകയാണ് ഉണ്ടായത്. അതിൽ നിന്നൊക്കെ മോചിതയാകാൻ ഏതാണ്ട് ഒരു വർഷക്കാലം വേണ്ടി വന്നു എന്നാണ് ആര്യ പറയുന്നത്. ആര്യയ്ക്ക് ബിഗ് ബോസിൽ പോകാൻ പ്രചോദനം നൽകിയതും അതിനുവേണ്ടി എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയതും തന്റെ പ്രിയപ്പെട്ട കാമുകനായിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപുള്ള വീഡിയോ കോളിൽ വേർപാടിന്റെ വേദനയിൽ അയാൾ പൊട്ടിക്കരയുന്നത് കണ്ട് കരളലിയിക്കുന്ന വേദനയോടെയാണ് ആര്യ ഹൗസിനുള്ളിലേക്ക് കടന്നുപോയത്. എന്നാൽ ആര്യയുടെ നിഷ്കളങ്കമായ ആ സ്നേഹത്തെ തന്റെ കാമുകനായ ആ വില്ലൻ ചൂഷണം ചെയ്യുകയാണെന്നുള്ളത് ആ പാവം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. സിനിമയിലെ വില്ലന്മാരെ പോലും കവച്ചു വെക്കുന്ന അഭിനയ പാഠവം കാഴ്ചവെച്ച ആളാണ് ഇയാളെന്ന് പറയാതെ വയ്യ. 2 പ്രാവശ്യത്തെ വിവാഹമോചനം കഴിഞ്ഞ ആളാണ് ഇയാൾ. 3 വർഷക്കാലം പ്രണയവും ലിവിംഗ് ടുഗദറുമൊക്കെയായി ആര്യയെ എല്ലാ വിധത്തിലും ചൂഷണം ചെയ്ത ശേഷം നിഷ്കരണം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായത്. ബിഗ് ബോസിലെ 75 ദിവസത്തെ സംഘർഷഭരിതമായ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ ആര്യ ആദ്യം വിളിച്ചത് തന്റെ മകളെയോ വീട്ടുകാരെയോ ആയിരുന്നില്ല, ആ കൊടും ചതിയനെയായിരുന്നു. ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊന്നും അയാൾ ഫോൺ എടുത്തില്ല. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ അയാൾ തിരികെ വിളിച്ചു. ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് ഒരു ന്യായം പറഞ്ഞു. ഒരു താല്പര്യവുമില്ലാതെ അയാൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആര്യയ്ക്ക് സങ്കടവും സംശയവും തോന്നി. പിന്നീടാണ് തന്നെ ഞെട്ടിച്ച, തന്റെ മനസ്സിനെ അപ്പാടെ തകർത്ത് കളഞ്ഞ ആ സത്യം ആര്യ അറിയുന്നത്. അയാൾ താൻ പരിചയപ്പെടുത്തിയ തന്റെ പ്രിയ കൂട്ടുകാരിയുമായി ജീവിതം തുടങ്ങിക്കഴിഞ്ഞു എന്ന്. ആര്യ തന്നെ ചതിച്ച് കടന്നു കളഞ്ഞ കാമുകനെ പറ്റി പറയുമ്പോൾ ഇന്നും വിങ്ങിപ്പൊട്ടാറുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയാളോടുള്ള പ്രണയവും ഇഷ്ടവും ആര്യയുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ആര്യ അനുഭവിച്ച ഇത്തരം ഡ്രോമയിലൂടെ കടന്നുപോയത് ഒരു ദുർബലയായ പെൺകുട്ടിയായിരുന്നുവെങ്കിൽ അതിന്റെ പര്യവസാനം വലിയൊരു ദുരന്തമായേനെ. ഇവിടെയാണ് ആര്യ എന്ന പെൺകരുത്തിനെ നാം കാണേണ്ടത്. ബെഡായി ബംഗ്ലാവിലേക്കുള്ള ആര്യയുടെ കടന്നുവരവിനെ കുറിച്ച് അതിന്റെ പ്രൊഡ്യൂസറായ ഡയാന ഇന്നും ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഡയാന പറയുന്നു, മുകേഷ്, പിഷാരടി, ധർമ്മജൻ ബോൾക്കാട്ടി ഇവർക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ ഒരു പെൺകുട്ടി വേണമായിരുന്നു. അന്നൊക്കെ ഇതൊക്കെ ചെയ്യാനായി ഉണ്ടായിരുന്നത് നമ്മുടെ സുബി മാത്രമായിരുന്നു. അക്കാലയളവിൽ ഏഷ്യാനെറ്റിൽ സീരിയൽ താരങ്ങളെ മാത്രം ഇരുത്തിക്കൊണ്ട് ഒരു ഷോ നടത്തിയിരുന്നു. അതിൽ ആര്യയും പങ്കെടുത്തിരുന്നു. ആര്യയുടെ അതിലെ പെർഫോമൻസ് കണ്ടിഷ്ടപ്പെട്ട് ഡയാനയാണ് ബെഡായി ബംഗ്ലാവിലേക്ക് ആര്യയെ കാസ്റ്റ് ചെയ്യുന്നത്. അന്ന് ആ പ്രോഗ്രാം ചെയ്യാൻ ആര്യ ആദ്യം ധൈര്യം കാണിച്ചില്ല. അതുപോലെ പലരും ഡയാനയോട് പറഞ്ഞു, ആ കുട്ടിക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്.
എന്നാൽ ഡയാന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആദ്യ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പിഷാരടിയും പറഞ്ഞു ശരിയാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ബഡായി ബംഗ്ലാവിലൂടെ ആര്യ മലയാളികളുടെ വീടുകളിലേക്ക് കടന്നു ചെന്നു. അവരുടെയൊക്കെ മനസ്സുകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. അങ്ങനെ ആര്യ ബഡായി ആര്യയായി മാറുകയും ചെയ്തു. ബഡായി ബംഗ്ലാവിൽ ഒരിക്കൽ എനിക്കും പങ്കെടുക്കാൻ ഒരവസരമുണ്ടായി. അന്ന് ആര്യ വെറുമൊരു പാവം പെൺകുട്ടിയായിട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥിയായി ആര്യ പോകുന്നത് വരെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ ധരിച്ചിരുന്നത് ആര്യ പിഷാരടിയുടെ ശരിക്കുള്ള ഭാര്യയായിരിക്കുമെന്നാണ്. ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ആര്യയ്ക്ക് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുടുംബത്തിൽ പിന്നീട് ഒരു പണം കായ്ക്കുന്ന മരമായി മാറുകയായിരുന്നു ആര്യ. ചെറിയ പ്രായത്തിലെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ ചുമരിലേക്കേണ്ടി വന്ന ആളാണ് ആര്യ. ആകസ്മികമായി തന്റെ പിതാവിനുണ്ടായ രോഗവും അതേ തുടർന്നുണ്ടായ മരണവും അനുജത്തിയുടെ വിവാഹവും എല്ലാം കുടുംബത്തിലെ കാരണവന്മാർ കൈകാര്യം ചെയ്യുന്നത് പോലെ ഏറ്റെടുത്ത് നടത്തിയ ആളാണ് ആര്യ. ഇത്തരക്കാർ വീട്ടിലുള്ളവർക്കും കുടുംബത്തിനുമൊക്കെ ആശ്രയവും താങ്ങും തണലുമൊക്കെ ആകുമെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ മിക്കപ്പോഴും പരാജയം ഏറ്റുവാങ്ങാറുണ്ട്. ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുള്ള സുഖദുഃഖങ്ങളും വീഴ്ചകളും താഴ്ചകളും ശരിയും തെറ്റുമൊക്കെ ഒരു മറയും കൂടാതെ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ആര്യ. ആര്യയുടെ ജീവിതം രഹസ്യങ്ങളുടെ കലവറ നിറഞ്ഞതല്ല, മറിച്ച് ഒരു തുറന്ന പുസ്തകമാണ്. ആര്യയുടെ വ്യക്തിത്വത്തെയും സത്യസന്ധതയും തുറന്നു കാട്ടുന്നതായിരുന്നു അവരുടെ ആദ്യ വിവാഹ ബന്ധത്തിലെ വീഴ്ചയുടെ കുറ്റസമ്മതം. തെറ്റ് പൂർണ്ണമായും തന്റെ ഭാഗത്താണെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ തുറന്നു പറയാൻ എത്ര പേർക്ക് കഴിയും? ഇവിടെ നടക്കുന്ന വിവാഹമോചനങ്ങളിലെല്ലാം തന്നെ അവരവരുടെ ഭാഗങ്ങൾ ശരിയാണെന്ന് വാദിച്ച് ജയിക്കുവാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. ആര്യ പറയുന്നു തന്റെ ഭർത്താവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അദ്ദേഹത്തെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ തെറ്റ് എന്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചു പോയി. അതേ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് പരസ്പര ധാരണയോടെയുള്ള വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത്. 18 വയസ്സിൽ നടന്ന ആ പ്രണയ വിവാഹം ഏതാണ്ട് 9 വർഷക്കാലത്തോളമേ നീണ്ടു നിന്നുള്ളൂ. ആ ബന്ധത്തിൽ അവർക്കൊരു മകളുമുണ്ട്, ഖുഷി. ആര്യ പറയുന്നു വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് ആ ബന്ധം തുടർന്നു പോകാമായിരുന്നു. പക്ഷേ കുറ്റബോധം കൊണ്ട് എനിക്കത് സാധിച്ചില്ല. ജീവിതമല്ലേ, ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ഭയവും തോന്നിയിരുന്നു. അദ്ദേഹം വേറെ വിവാഹം കഴിച്ചുവെങ്കിലും മകളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. മകൾ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം പോയി നിൽക്കാറുമുണ്ട്. ആര്യയുടെ രണ്ടാമത്തെ പ്രണയം തകർന്നടിഞ്ഞ് ഡിപ്രഷനിലായപ്പോൾ അദ്ദേഹം വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നു എന്നും ആര്യ പറയുന്നുണ്ട്. ആര്യയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന 2 വ്യത്യസ്ത കഥാപാത്രങ്ങളായിരുന്നു മുൻ ഭർത്താവും അതിനുശേഷം കടന്നു വന്ന കാമുകനും. ആര്യയുടെ മകളുടെ അച്ഛനും മുൻ ഭർത്താവുമായ ആ മനുഷ്യൻ നല്ലൊരു മനസ്സിന്റെ ഉടമയും മാന്യനുമായിരുന്നു. കാരണം തന്നെ വഞ്ചിച്ച ഭാര്യയോട് സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ കാട്ടാൻ കാണിച്ച ആ മനസ്സ് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതേസമയം തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ പ്രാണം കൊടുത്ത് സ്നേഹിച്ചിട്ടും വഞ്ചിച്ച് നിഷ്കരണം ഉപേക്ഷിച്ചു പോയ ആളും ഇവർ രണ്ടുപേരും ജീവിതം എന്തെന്ന് ആര്യയെ പഠിപ്പിച്ച 2 വ്യക്തിത്വങ്ങളാണ്. ഇവർ രണ്ടുപേരുടെയും വ്യത്യസ്ത സ്വഭാവങ്ങൾ പലരും മനസ്സിലാക്കിയിരിക്കേണ്ട ജീവിത പാഠങ്ങളുമാണ്. ആര്യയുടെ ജീവിതത്തിൽ നടന്ന ഇത്തരം തുറന്നു പറച്ചിലുകൾ പലപ്പോഴും ആര്യയ്ക്ക് തന്നെ വിനയായിട്ടുണ്ട്. കാരണം അതുകൊണ്ടാകാം ചില നരമ്പന്മാർ ഫോൺ വിളിച്ച അനാവശ്യങ്ങൾ വിളമ്പാനും കാണിക്കാനും തയ്യാറായതെന്ന് വേണം കരുതാൻ. ആര്യയുടെ പട്ടുസാരി ഷോപ്പായ കാഞ്ചീവരത്തിലേക്ക് മാന്യത നടിച്ചൊരു നരമ്പൻ ഫോൺ വിളിച്ച സംഭവം ആര്യ തന്നെ പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഷോപ്പിലേക്ക് വിളിച്ച് അവിടുത്തെ മാനേജരോട് ഒരു വർക്കിന്റെ കാര്യം സംസാരിക്കാനാണ് ആര്യയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നു. അയാളുടെ നിർബന്ധപ്രകാരം ഫോൺ ആര്യയ്ക്ക് കൈമാറുന്നു. ഫോൺ സ്പീക്കറിലിട്ട ശേഷം ആര്യ അയാളോട് സംസാരിക്കുന്നു. മാന്യമായി സംസാരം തുടങ്ങിയ ആൾ പെട്ടെന്ന് സംസാര ശൈലി മാറ്റുന്നു. അതിൽ പലതും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും ശരീരഭാഗങ്ങളെ വർണ്ണിക്കുന്നതുമൊക്കെയായിരുന്നു. ഇന്ന് വരെ മലയാള സിനിമ ചരിത്രത്തിൽ ഒരു നടിമാരും ഇത്തരം അനുഭവങ്ങൾ പച്ചയായി തുറന്നു പറയാൻ ധൈര്യം കാട്ടിയിട്ടില്ല. അയാൾ നടത്തിയ അശ്ലീല സംഭാഷണങ്ങൾക്കൊപ്പം അയാൾ സ്വയം നിർവൃതി കൊള്ളുന്ന ചേഷ്ടകളും അതേപടി പറയാനുള്ള ധൈര്യം ആര്യക്കല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാവുക? പലരും ആര്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്തരം ചേഷ്ടകൾ കേൾക്കുവാനായി നിന്നുകൊടുത്തത് എന്തിനാണ്? ഫോൺ കട്ട് ചെയ്ത് ഒഴിവാക്കാമായിരുന്നല്ലോ. അതിന് ആര്യ പറയുന്ന മറുപടി, ഇത്തരം ഞരമ്പു രോഗികളെ
ബന്ധങ്ങളെ നിലക്ക് നിർത്തണമെങ്കിൽ അവർ ആരാണെന്നറിയേണ്ടതുണ്ട്. എന്നാലേ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അതിലേക്കുള്ള തെളിവിനായി അയാൾ പറയുന്ന സംഭാഷണങ്ങളും അശ്ലീലങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു എന്നതാണ്. എന്തായാലും ആര്യ തെളിവ് സഹിതം പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു. ആര്യയോട് ചില യൂട്യൂബുകാർ അയാൾ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആര്യയുടെ മാറിടത്തെക്കുറിച്ച് അയാൾ പറഞ്ഞത് ഒരു മടിയും കൂടാതെ അതേപടി ആര്യ വെളിപ്പെടുത്തുകയുണ്ടായി. ആര്യ ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിലും ആര്യക്കെതിരെ സൈബർ ആക്രമണമുണ്ടായി. ഇത് മാത്രമല്ല, താൻ അഭിനയിക്കാൻ വിദേശത്ത് പോയപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങളും സ്പോൺസർ തന്റെ തോളിൽ കൈയിട്ടതും പാൻറിൽ കൂടി കാലിട്ട് മുകളിലേക്ക് പൊക്കിയതുമൊക്കെ ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആര്യയെ പഴിചാരുന്നവരും കുറ്റം പറയുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക: ഇത്തരം ചെയ്തികൾ ഞരമ്പന്മാർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അവരുടെ മാന്യതയുടെ മുഖം മൂടി പിച്ചി ചീന്തപ്പെടണം. ഇത്തരം തുറന്നു പറച്ചിലുകളിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന പെൺകുട്ടികളോടൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ആര്യയുടെ ജീവിതത്തിൽ സംഘർഷഭരിതമായ പല രംഗങ്ങളും അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഇതുവരെയുള്ള ജീവിത കഥയുടെ ക്ലൈമാക്സ് ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് എത്തി നിൽക്കുന്നത്. ആര്യയ്ക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാ സ്നേഹവും സന്തോഷവും കരുതലുമൊക്കെ മടക്കി കൊടുത്തുകൊണ്ട് ആണൊരുത്തൻ അവരുടെ ജീവിത പങ്കാളിയായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, എല്ലാവർക്കും സുപരിചിതനായ സിബിൻ ബെഞ്ചമിനാണ് ആര്യയുടെ ഭർത്താവ്. ഈ ജീവിതത്തിൽ ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ സിബിന് നൽകുന്നു എന്നാണ് ആര്യ കുറിച്ചത്. ആര്യയുടെയും സിബിന്റെയും ജീവിതത്തിൽ ഇനി ഒരിക്കലും കരിനിഴൽ പടരാതിരിക്കട്ടെ. അവർ പരസ്പരം താങ്ങായും തണലായും ജീവിതം ആഘോഷമാക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.